ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അവൽ നമ്മുടെ വീട്ടിലുണ്ടാവും. കുറച്ച് നിലക്കടലയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ രാവിലെ എന്നെ ഉണ്ടാക്കും എന്നുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. നമുക്കാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് പരിപാടി വരുന്നത് കുറച്ച് പച്ചക്കറി അരിയുക എന്നുള്ളത് മാത്രമാണ്. അത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തു, ഒരു അര കഷ്ണം ഉള്ളി എടുത്തു, അതേപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ എടുക്കാൻ ആദ്യം വിട്ടുപോയി, പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വരാം. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ചെറുതായിട്ട് ചോപ്പ് ചെയ്താലേ അതിൻ്റെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പിള്ളേർക്കാണെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ ചില പിള്ളേർ ഇതെടുത്ത് മാറ്റി വെക്കുന്ന പിള്ളേരല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നതുകൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ അവർക്ക് പെറുക്കാൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് നല്ല പോലെ എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക. ഫസ്റ്റത്തെ പരിപാടി അതാണ്. ഇത് അരിയാനാണ് നമുക്ക് ആദ്യം സമയം വേണ്ടത്. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ ഇത്. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അധികം വിശപ്പൊന്നും ഉണ്ടാവില്ല. നല്ല വിശപ്പുണ്ടാവില്ല മീൻസ് അവൽ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് കഴിച്ച പോലെ ഒരു ഫീലിംഗ് ഒക്കെയാണ്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് വിടുവാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്കൊരു ചോറ് കിട്ടിയാൽ പിള്ളേർ 12 മണി വരെ അവിടെ ഇരുന്നോളും. പിന്നെ വിശക്കത്തില്ല അവർക്കൊന്നും. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ ആഡംബരങ്ങളൊന്നുമില്ല. എന്തൊക്കെയാണോ നമുക്ക് പച്ചക്കറി ഉള്ളത് ആ പച്ചക്കറിയൊക്കെ എടുക്കാം കേട്ടോ. ഇത് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണമോ അതുപോലെ തന്നെ വേറെ കോവയ്ക്കയുടെ ഒരു കഷ്ണമോ എന്ത് വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിടാം. പക്ഷേ എല്ലാം ചെറുതാക്കി അരിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവലെടുക്കുക. അത് അരിയുന്നതിന് മുന്നേ എടുത്താലും കുഴപ്പമില്ല, അരിഞ്ഞ് കഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അവലെടുക്കുകയാണ്. ഈ അവൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വാരിയെടുക്കണം. ഞാനിവിടെ കല്ലുള്ള അവല എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അപ്പോൾ അതാണ് ഞാൻ ഈ പെറുക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ടും അതിനകത്ത് ഞാൻ കഴുകി വാരി അരിച്ചൊക്കെ എടുത്തിട്ടും അതിനകത്ത് 2 കല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പം കല്ലൊക്കെ നോക്കി നമ്മളൊന്ന് എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകി എടുത്തുനിന്ന് അതിനെ ഒന്ന് വെള്ളം കളയാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലിട്ട് വെക്കുക. ഞാനിവിടെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഗ്യാസ് സ്റ്റവിലോട്ട് പാത്രം മീൻസ് ചട്ടി വെക്കുന്നു. നമ്മുടെ ഉണ്ടാക്കാനുള്ള പാത്രം വെക്കുന്നു. കുറച്ച് അടി കട്ടിയുള്ള സംഭവം എടുത്താൽ ബെസ്റ്റാണ്. അപ്പോൾ അത് വെക്കുന്നു. അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു. ഇവിടെ വറുത്ത കടലയാണെങ്കിൽ എളുപ്പമാണ്, പിന്നെ വറക്കാൻ നിൽക്കേണ്ട. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻ്റെ കടല പച്ചക്കടലയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വറക്കുന്ന എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് എണ്ണ ഇട്ട് വഴട്ടി ഇങ്ങെടുക്കുകയാണ്, ഒന്ന് വറുത്തെടുക്കുകയാണ്. കാരണം പച്ചക്കടല ആകുമ്പോൾ പച്ച ചുവക്കില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ആ എണ്ണ തന്നെ മതി നമുക്ക് മറ്റേത് ഉണ്ടാക്കാനും. ഇതേ സെയിം എണ്ണ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ചുമന്ന റെഡ് കളർ ആവുന്നത് വരെ ഞാനിവിടെ ഒന്ന് വഴട്ടിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, വഴറ്റിയെടുത്ത് കഴിഞ്ഞ് നമ്മളതിനെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുക. ഇനിയിപ്പോൾ വറുത്ത കടലയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വേണ്ട കേട്ടോ. അപ്പം ഡയറക്റ്റ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വറുത്ത കടലയൊക്കെ കടയിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉചിതം പോലെ ചെയ്യുക. പിന്നെ എന്തേരം കടല വേണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്തേരാണോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ അത്രയും അവലിന് ഞാൻ ഇത്രയും കടലയാണ് ഇടുന്നത്. അധികം കടല അങ്ങനെയൊന്നും വേണ്ട. ഒരു മിനിമം രീതിയിൽ നമുക്കൊന്ന് കടല കിട്ടിയാൽ മതി, അതിനകത്ത് ചേർത്താൽ മതി. ഓക്കെ, അപ്പം ബാക്കി നമ്മളത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിടേണ്ടത് കടുകിടുക.
ആ എണ്ണ നല്ലപോലെ തിളച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കടുക് പെട്ടെന്ന് അതിനകത്തോട്ട് ഇടാൻ പറ്റും. അപ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പച്ചക്കറികൾ എല്ലാം ചേർത്ത് കൊടുക്കുക. ഇന്നതാദ്യം ഇന്നത് അവസാനം എന്നൊന്നുമില്ല, നമ്മളെല്ലാം അങ്ങോട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഇച്ചിരി വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാൻ പറ്റും. പൊടികളെന്ന് പറയുമ്പോൾ വലിയ ആഡംബരത്തിലുള്ള പൊടികളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പൊടികൾ മാത്രം മതി. അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്തേരെയാണോ ഉപ്പ് ആവശ്യത്തിന് വേണ്ടത് ആ ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടുക. അതേപോലെ തന്നെ നമ്മുടെ കോറിയൻഡർ പൗഡർ ഇല്ലേ, അതായത് മല്ലിപ്പൊടി ഇടുക. കുറച്ച് ഗരം മസാല ഇടുക. മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ആവശ്യത്തിന് ഇടുക. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പം എരിവിന് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതൊക്കെയേ ഉള്ളൂ സംഭവം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. ആ പച്ചക്കറികളൊക്കെ ഒന്ന് മൂടിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആ പച്ചക്കറികൾ ഒന്ന് വേവിക്കുക. പിന്നീട് നമുക്കിനി വേവിക്കാനുള്ള സംഭവമൊന്നുമില്ല. നമുക്ക് തീ കൂട്ടി വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചാണേലും എങ്ങനെയാണേലും പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികൾ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കറിയൊക്കെ റെഡിയായി. ഞാൻ തീയൊക്കെ കുറച്ചിട്ടു. പിന്നെ വെള്ളം മൊത്തം വറ്റണം എന്നൊന്നുമില്ല കേട്ടോ. വെള്ളം കുറച്ചിരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു നല്ല ഒരു രീതിക്ക് നമുക്ക് കിട്ടുക. വെള്ളം മൊത്തം പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ വെള്ളം കുറച്ച് ഫുള്ളായിട്ട് പറ്റണമെന്നില്ല. കുറച്ച് വെള്ളം അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അതിനകത്തോട്ട് നമ്മൾ അവലിട്ട് കൊടുക്കുന്നു. അവൽ നല്ലപോലെ അതിനോട് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവലൊന്നും വേവണ്ട അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ അവൽ കുതിർന്നിരിക്കുന്നതാണ്, അതുകൊണ്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടി വെക്കുക. അതിപ്പുറത്ത് ഞാൻ കടല ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കടല വെച്ചേക്കുന്ന കേട്ടോ, വറക്കാൻ വേണ്ടി വെച്ചേക്കുന്ന. അത് കുറച്ച് കരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ അവസാനം നമ്മൾ ഇത്രയും ആക്കി കഴിഞ്ഞ് അവസാനം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കറിവേപ്പില ഇടാൻ മറന്നു പോകരുത്. കറിവേപ്പിലയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഏറ്റവും നല്ലൊരു സംഭവമാണിത്. അപ്പോൾ പച്ച കറിവേപ്പില നമ്മൾ ഉരിഞ്ഞ് അതിനകത്തോട്ട് ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കടല ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ഫുഡായിട്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ കൂടി എത്തിക്കുക. അപ്പം ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്, താങ്ക് യു.